ഈ വിഷയം എടുത്തിട്ട് ഇച്ചിരി നാളായി. സോ ഇച്ചിരി റഫ് അറൗണ്ട് ദ എഡ്ജസ് ആയിരിക്കും. സോ അത് ബെയർ വിത്ത് ചെയ്യണം. സോ ഈ ഒരു വിഷയത്തിന് നമുക്ക് രണ്ട് പേരുകൾ അല്ലെങ്കിൽ ടോപ്പിക് ഇതിന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ആദ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പം സ്ക്രീനിൽ കാണുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ നമുക്ക് കയറാനായിട്ട് പറ്റുന്നത്. സോ ഇത് തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് ഇതായിരിക്കും അവിടെ ഏറ്റവും വലിയൊരു ഗോൾ. ഇത് ഈ നമ്മൾ ദൈവത്തിന്റെ പ്ലാനെ കുറിച്ച് മനസ്സിലാക്കിയും അതിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടുമ്പോൾ എന്താണ് നമുക്ക് ആഗ്രഹിക്കുന്നത്, അത് ദൈവത്തിന്റെ രാജ്യത്തിൽ പങ്കാളികളാകാനാണ് നമ്മുടെ ആഗ്രഹം. നമുക്കറിയാം ആ ദൈവത്തിന്റെ രാജ്യമേ ഉള്ളൂ ഈ ലോകത്തിന്റെ എല്ലാ കഷ്ടവും ആ കുഴപ്പങ്ങളും എല്ലാം മാറ്റാനായിട്ട് പറ്റുന്നത്. സോ അങ്ങനത്തെ ഒരു അറിവ് നമുക്കുള്ളപ്പോൾ നമുക്കുള്ളൊരു ആ ഒരു ആഗ്രഹം ആ ദൈവത്തിന്റെ രാജ്യത്തിൽ പങ്കാളികളാകാനായിട്ടാണ്. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ കയറാനായിട്ട് യോഗ്യരാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വിഷയത്തിന്റെ ഒരു സെക്കൻഡ് ടൈറ്റിൽ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിന്റെ ഒരു ആൻസർ ആണ്, എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ കയറാൻ പറ്റുന്നത്. ആ ഒരു ചോദ്യത്തിന്റെ ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ അടുത്ത ഒരു വിഷയത്തിന്റെ ടൈറ്റിൽ നമ്മൾ കാണുന്നത്. അത് നമുക്ക് മത്തായി 18:3 വായിച്ചിട്ട് നമുക്കത് കാണാം. സമയം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് എല്ലാം വായിച്ചു പോയാൽ തീരത്തില്ല. അത് എല്ലാവർക്കും നോട്ട് എടുത്ത് പിന്നെ വായിച്ചാൽ മതി. പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് പോവാം. ഓക്കെ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ. സോ അതാണ് അടുത്തൊരു അല്ലെങ്കിൽ യഥാർത്ഥമായൊരു ടൈറ്റിൽ. നമ്മളെ മക്കളെ പോലെ ആകാനായിട്ടാണ്, ശിശുക്കളെ പോലെ ആകാനായിട്ടാണ്. സോ ഇവിടെ ക്രിസ്തു നമുക്ക് ആ ദൈവത്തിന്റെ രാജ്യത്തിൽ കയറാനുള്ള ഒരു മാർഗമാണ് ഇവിടെ കാണിച്ചു തന്നത്. കീ ടു ദ കിങ്ഡം എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ശിശുക്കളെ പോലെ ആയിരിക്കാൻ. പക്ഷെ എന്താണ് അതിൽ യഥാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ശിശുക്കളെ പോലെ ആയിരിക്കാൻ പറ്റുന്നത്? നമ്മള് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വയസ്സ് കൂടി വരുമ്പോൾ നമ്മൾ അഡൾട്ട്സ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പിന്നെയും ശിശുക്കളാകാൻ പറ്റുന്നത്? നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അത് ഒരു ലിറ്ററൽ ആയ ഒരു കാര്യമല്ല. നമ്മൾ ശിശുക്കൾ യഥാർത്ഥമായിട്ട് ആയിട്ടല്ല നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിൽ കയറുന്നത്. പക്ഷെ ശിശുക്കളിൽ നിന്ന് നമ്മൾ കാണുന്ന ചില ക്യാരക്ടർ ക്വാളിറ്റീസ് ഉണ്ട്. അത് നമ്മൾ കാണിച്ചില്ലെങ്കിൽ, അങ്ങനത്തെ പോലെ ക്വാളിറ്റീസ് നമ്മൾ കാണിച്ചില്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ കയറാനായി പറ്റാത്തത്. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എങ്ങനത്തെ വിധത്തിലുള്ളൊരു ക്യാരക്ടേഴ്സും എങ്ങനത്തെ വിധത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് നമ്മൾ ശിശുക്കളിൽ കാണുന്നത്. അത് ഒരു പുതിയ സൃഷ്ടിക്ക് അതും കാണിക്കാനായിട്ടുള്ള ഒരു ആവശ്യത ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റാത്ത എല്ലാ ശിശുക്കളും ഇതുപോലെ ആകുന്നത്. പക്ഷെ ഇത് ഒരു ജനറൽ ആയ ഒരു കാര്യമാണ്. നമ്മൾ ജനറലി ശിശുക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആർക്കും ഇങ്ങനത്തെ ഒക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. സാമത്തെ കാര്യം ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മ. അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്നിട്ട് അടുത്തത് ട്രസ്റ്റ് ആൻഡ് ലവ്. ട്രസ്റ്റിന് വിശ്വാസം അല്ല, അത് ഫെയ്ത്ത്. ഓക്കെ, നമ്മൾ ട്രസ്റ്റ് തന്നെ പറഞ്ഞാൽ മതി. ട്രസ്റ്റും സ്നേഹവും. മൂന്നാമത്തെ കാര്യം ഒബീഡിയൻസ്, അനുസരണം. സോ നമുക്ക് ആദ്യത്തെ കാര്യം താഴ്മ. സോ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. നമ്മൾ മനുഷ്യന്റെ ഒരു ജീവിതം നോക്കുമ്പോൾ ഈ ഒരു ഗ്രാഫ് നമുക്ക് അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ വയസ്സ് കൂടുന്നത് തോറും അവർക്ക് അവരുടെ ഒരു ഇന്നസെന്റ് ആയ ഒരു ക്യാരക്ടർ അവിടെ കുറയുമെന്നാണ് നമ്മൾ കാണുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മൾ കാണുമ്പോൾ അത് താഴ്മയും നമുക്ക് അത് കാണാനായിട്ട് പറ്റുന്നതാണ്.
എന്ന് വെച്ചാൽ നമ്മുടെ ശിഷ്യ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എപ്പോഴും എത്ര ഒരു സിമ്പിൾ ആയ ഒരു ജീവിതമാണ് നമുക്കുണ്ടായത്. നമ്മൾ കൊച്ചുങ്ങൾ അവിടെ ശിശുക്കൾ അവര് കൂടെ കളിക്കുമ്പോഴും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവര് എത്ര ഒരു ഫ്രണ്ട്ലി ആയിട്ടും അവര് ഒരു വെരി കെയർ ഫ്രീ ആയ ഒരു ആറ്റിറ്റ്യൂഡാണ് അവര് കാണിക്കുന്നത്. അവര് എളുപ്പമായിട്ട് അവര് മറ്റൊരു വ്യക്തിയെ ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെ കാണാനായിട്ട് അവര് തയ്യാറാണ്. നമ്മൾ എപ്പോഴെങ്കിലും അവര് ആരാണ് വലിയവര് അല്ലെങ്കിൽ ആരാണ് കൂടുതൽ ശക്തിയുള്ളവര് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ളവര് എന്ന് അവർക്ക് അങ്ങനത്തെ ഒരു ഫോക്കസ് അവർക്ക് ഇല്ല. അവർക്ക് ഈ ഒരു ആള് എന്റെ കൂടെ കളിക്കുവോ, അതായിരിക്കും അവിടെ ഒരു ചോദ്യം. അത് ആ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടിയാൽ അവർക്ക് ആ ഒരു വേറെ ജഡ്ജ്മെന്റ്സോ അങ്ങനത്തെ ഒരു ചിന്തയോ അവർക്കില്ല. പക്ഷെ നമ്മള് ആ അഡോൾട്ട്സിന് സോ ആ പ്രായപൂർത്തി ഉള്ളവർക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ആ കെയർ ഫ്രീ ആയ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കില്ല. അവർ എപ്പോഴും ഒരു കമ്പാരിറ്റീവ് ആയ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. എന്ന് വെച്ചാൽ എപ്പോഴും മറ്റൊരാൾ കൂടെ ഞാൻ എങ്ങനെയാണ് ആ സ്ഥാനമുള്ളതെന്നാണ് അവരുടെ ചിന്ത. അത് പൈസയിലാട്ടെ ഒരു ജോലിയിലാട്ടെ നമ്മുടെ ഒരു ആ ബുദ്ധിയിലാട്ടെ എന്ത് കാര്യമായാലും എപ്പോഴും നമ്മളെപ്പോഴും അവരെ വെറുതെ ആ ഒരു വ്യക്തിയായിട്ട് കാണാതെ എപ്പോഴും നമ്മൾ അവരെക്കാളും എങ്ങനെയാണ് മെച്ചമായിട്ട് നോക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു കീ ഡിഫറൻസ് നമ്മൾ ആ ഒരു പ്രായപൂർത്തിയിൽ ആയ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ഓൾസോ നമ്മൾ പിന്നെയും കൊച്ചുങ്ങളുടെ അല്ലെങ്കിൽ ശിശുക്കളുടെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനും അറിയാത്ത കാര്യങ്ങൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള മനസ്സും അവരെപ്പോഴും കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചിലപ്പം അഡോൾട്ട്സിൽ നമ്മൾ കാണുമ്പോൾ അവര് തെറ്റായ ഒരു അവസരം വന്നാൽ അവര് ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനായ ഒരു മനസ്സ് അവര് ചിലപ്പം കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ അതിനായിട്ടുള്ള ഒരു താഴ്മ അവർക്ക് കാണിക്കാൻ ഒരു പാടായ കാര്യമാണ്. ഇംഗ്ലീഷിൽ ഉള്ള ഒരു സേയിങ് ഉണ്ട്, യു ക്യാൻറ്റ് ടീച്ച് എൻ ഓൾഡ് ഡോഗ് ന്യൂ ട്രിക്സ്. എന്ന് വെച്ചാൽ ഒരു വയസ്സായ ഒരു പട്ടിക്ക് നമുക്ക് ഒരു പുതിയ ട്രിക്സ് ഒന്നും പഠിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് അവര് ചെറിയ പ്രായത്തിൽ പഠിച്ചത് അത് മാത്രമേ അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ചിന്ത എന്ന് വെച്ചാൽ നമ്മള് ആ മനുഷ്യരാകുമ്പോഴും നമുക്ക് അങ്ങനത്തെ ചിലപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് വയസ്സിൽ കൂടുന്തോറും നമുക്ക് ആ പുതിയ ചിന്തകൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കില്ല. പക്ഷെ എന്താണ് നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് അത് മാത്രമേ നമ്മൾ ചിന്തിക്കൂ എന്നുള്ളൊരു മനസ്സ് നമുക്ക് ചിലപ്പം വരും. സോ ഈ ഒരു താഴ്മ, ഈ ഒരു കാര്യം നമുക്ക് പുതിയ സൃഷ്ടികളാകുമ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ആത്മീയ ജീവിതം ഒരു ഗുണവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അതില്ലാതെ നമുക്ക് ഒരിക്കലും വളരാനായിട്ടുള്ള ഒരു പ്രാപ്തി നമുക്കില്ല. അതുകൊണ്ടാണ് ഈ താഴ്മയിൽ കൂടി ഞാൻ തുടങ്ങാനായിട്ട് ഡിസൈഡ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിറ്റി നമുക്കില്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് റിയലി ഗ്രോ ചെയ്യാൻ പറ്റുന്നല്ല. എന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് താഴ്മ ഉണ്ടാകാൻ. നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വളരാനായിട്ട് ആവശ്യത ഉണ്ടെന്ന്. അപ്പോഴാണ് നമുക്ക് ആ കറക്ഷനും ടീച്ചിങ്ങും ലഭിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് മത്തായി 18 നമ്മള് 3-ാം വാക്യമാണ് ഞാൻ മെയിനായ വാക്യമായിട്ട് എടുത്തത്. പക്ഷെ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് 1 മുതൽ 5. അത് നമ്മൾ ഇവിടെ വായിക്കുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെയിനായ ലെസൺ എന്ന് വെച്ചാൽ താഴ്മയെ കുറിച്ചുള്ള ഒരു ലെസൺ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് വരുന്ന ഒരു ഡിസ്കഷൻ, എന്താണ് അപ്പോസ്തലന്മാർ ഇവിടെ ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ക്രിസ്തു എന്താണ് അവരെ കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ആ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടായ ഒരു ആർഗ്യുമെന്റ് ആണ്, ആരാണ് വലിയവരെന്നൊരു ഒരു ചോദ്യമാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു ഈ അപ്പോസ്തലന്മാർക്ക് ഈ ഒരു ലെസൺ അവർക്ക് കൊടുക്കുന്നത്, ഈ ശിഷ്യന്മാരുടെ ഒരു താഴ്മയെ കുറിച്ചുള്ള ഒരു ലെസൺ.
ആൻഡ് സോ നമ്മൾ ഈ ഒരു അപ്പോസ്തലന്മാർക്ക് ഈ ഒരു കാര്യത്തിൽ ഒത്തിരി കുറവുള്ളവരായിരുന്നു ഈ താഴ്മയുള്ളൊരു കാര്യത്തിൽ. നമ്മൾ ഇത് ഈ ഒരു പ്രാവശ്യമല്ല നമ്മൾ അത് കാണുന്നത്, ഈ അപ്പോസ്തലന്മാർക്ക് ഈ ഒരു താഴ്മയില്ലാത്തൊരു അവസ്ഥ വരുന്നത്. ഈ ഒരു ഇതല്ലാതെ നമുക്ക് നല്ലതായിട്ട് അറിയാവുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരു ക്രിസ്തുവിന്റെ ആ ഒരു ലാസ്റ്റ് ഡേയ്സിൽ അവനുണ്ടായ ആ ഒരു ഫൈനൽ ആയൊരു പാസ് ഓവർ, ആ ഒരു സമയത്തിലും അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. ആരാണ് വലിയൊരു, ആരാണ് ക്രിസ്തുവിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നുള്ളൊരു ഒരു ആർഗ്യുമെന്റ് ആണ് അവർക്ക് ഉണ്ടായത്. സോ ഈ അവർക്കും പോലും ആ ഒരു കാര്യത്തിൽ ഒത്തിരി കുറവുള്ളവരായിരുന്നു. അവർക്ക് ആ ഒരു ഈ താഴ്മയുള്ള കാര്യത്തിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തു ഈ ഒരു കാര്യം ഇവിടെ അവർക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഒരു അനുഭവം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, അവര് ക്രിസ്തുവിനെ ആ സമയത്ത് എങ്ങനെയായിരിക്കും അവർ കണ്ടത്? അവര് യഹൂദർക്ക് ആ ഒരു മെശിയ വരുമെന്ന് അവര് കേട്ടപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഒത്തിരി ശക്തിയും അതോറിറ്റിയും ഉള്ള ഒരു രാജാവിന്റെ ഒരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടായത്. അവര് ക്രിസ്തുവിനെ അങ്ങനെ പോലെ ആയിരിക്കും കണ്ടത്. അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു അതോറിറ്റിന്റെയും പവറിന്റെ ഒരു കാര്യം അവർക്ക് പിന്നെയും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് വന്നത്. സോ തീർച്ചയായിട്ടും ദൈവത്തിന് അവർക്ക് ആ ഒരു താഴ്മ വളർത്താനായിട്ട് അനേകം അവസരങ്ങളാണ് അവിടെ തന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു താഴ്മയില്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ആ സഭയുടെ ഒരു ഫൗണ്ടേഷനും ഒരു ലീഡേഴ്സും ആകാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കാണാൻ പറ്റും അവരുടെ ഒരു ജീവിതത്തിൽ അവർക്ക് ആ താഴ്മ ഡെവലപ്പ് ചെയ്യുന്നു. നമുക്ക് 1 പത്രോസ് 5:6 വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പേ. സോ ഈ ഒരു കാര്യം നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ വിഷയത്തിൽ അത് അഡ്രസ് ചെയ്യും. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആരാണ് ഇത് എഴുതിയത്? അത് പത്രോസാണ്. തീർച്ചയായിട്ടും പത്രോസിന് ക്രിസ്തു ഉണ്ടായ സമയത്ത് അനേകം വീഴ്ചകൾ ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഒരു കാര്യമാണ് അവന് ആവശ്യമുള്ള ഒരു താഴ്മയില്ലായിരുന്നു. എപ്പോഴും പത്രോസിന്റെ ഒരു ചിന്തയാണ് ശരിയെന്ന് വെച്ചിട്ട് അവൻ അങ്ങനെ പോലെ ചെയ്യുമായിരുന്നു. അവൻ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചതെന്ന് ഇച്ചിരി പാടായിരുന്നു മനസ്സാക്കാനും അതുപോലെ ചെയ്യാനായിട്ടും. പക്ഷെ ഈ ഇങ്ങനത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സാക്കുന്ന കാര്യം പത്രോസ് അങ്ങനത്തെ ഒരു വളർച്ച അവനുണ്ടായി. അവന് ആ മുമ്പേ ഉണ്ടായ ആ ഒരു ചിന്തയിൽ നിന്ന് അവൻ ആ ഒരു താഴ്മയിൽ അവന് വളരാനായിട്ട് പറ്റി. അവന് ഈ ഒരു കാര്യം അവൻ വെറുതെ പറയുമല്ല. പക്ഷെ പത്രോസിന് അത് തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ തന്നെ അത് മനസ്സാക്കാനും അപ്ലൈ ചെയ്യാനും പറ്റി. എന്ന് വെച്ചാൽ അവന് ആ ഒരു യഥാർത്ഥമായി ആ ഒരു താഴ്മ കാണിച്ചപ്പോഴാണ് അവന് ആ ഒരു ആത്മീയ ജീവിതത്തിന് അവന് ഡെവലപ്പ് ചെയ്യാനും ആ ഏർലി ചർച്ചിന് അവനൊരു ലീഡറായിട്ട് തന്നെ തീരാനായിട്ട് പറ്റിയത്. സോ തീർച്ചയായിട്ടും ആ ഒരു താഴ്മ നമുക്കും ആവശ്യമാണ്. നമുക്കും ആ ഒരു ദൈവത്തിന്റെ ഒരു കയ്യിലുള്ളൊരു ആശ്രയം ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വയമായ ഒരു ശക്തിയിൽ കൂടിയല്ല നമ്മളെ തന്നെ ഉയർത്താൻ ആയി നോക്കേണ്ടത്. പക്ഷെ അത് ദൈവത്തിന്റെ കൈ എന്താണ് നമുക്ക് തരുന്നത്, അത് നമ്മൾ താഴ്മയോട് കൂടെ അത് ലഭിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിന്റെ മറ്റു നല്ലൊരു എക്സാമ്പിൾ ആണ് പൗലോസ്. അത് നമ്മൾ 1 കൊരിന്ത്യർ 3:4-5 അത് കാണുന്നത്. അത് വായിക്കുന്നില്ല. പക്ഷെ അവിടെ പൗലോസ് അവിടെ കൊരിന്തിലുള്ള സഹോദരന്മാര് എപ്പോഴും പൗലോസും അപ്പോളോസും അവരുടെ ഒരു പ്രാപ്തിയിൽ വെച്ചാണ് അവര് വിശ്വാസം ഉണ്ടായത്. പക്ഷെ പൗലോസ് അവിടെ അവരോട് പറയാണ്, ആരാണ് പൗലോസ്, ആരാണ് അപ്പോളോസ്? ഇതെല്ലാം ദൈവത്തിനാണ് ആ മഹത്വം കൊടുക്കേണ്ടത്. സോ തീർച്ചയായിട്ടും പൗലോസും നല്ലൊരു എക്സാമ്പിൾ ആയിട്ടാണ് തീരുന്നത് ആ ഒരു താഴ്മയുടെ ഒരു കാര്യം. സോ ഇനി നമുക്ക് ഈ ഒരു താഴ്മയുടെ ഒരു 3 പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തന്നെ മറ്റൊരിൽ നിന്ന് വലിയവരായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കാനായിട്ടും ആ കറക്ഷൻ ലഭിക്കാനുമായിട്ടും 2-3 ഇവിടെ
നമ്മൾ പഠിക്കാനായിട്ടും മൂന്നാമത്തെ നമ്മൾ correction ലഭിക്കാനുമായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം. തയ്യാറായിരിക്കുന്നത് മാത്രമല്ല, പക്ഷെ അതായിരിക്കും നമ്മുടെ ഒരു ആഗ്രഹം. ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് യഥാർത്ഥമായ ഒരു താഴ്മ നമുക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ 3 കാര്യം നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരിക്കലും പ്രോപ്പർലി വളരാനായിട്ട് പറ്റുന്നില്ല. സാമത്തെ കാര്യം, നമ്മളെ തന്നെ മറ്റവരിൽ നിന്ന് ശ്രേഷ്ഠരായിട്ട് വിചാരിക്കാതെ ഇരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ 2 വാക്യങ്ങളുണ്ട്. 1 Corinthians 1:26-27. നമുക്ക് 27 മാത്രം വായിച്ചാൽ മതി. വായിക്കുന്ന സമയത്ത് മറ്റൊരാള് യെശാവിന്റെ വാക്യം അവിടെ എടുത്തു. 27. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. യെശാവ് 64:6. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതിപ്രവർത്തികൾ ഒക്കെയും കറപിരണ്ട തുണി പോലെ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. സോ ഇത് രണ്ടും നമുക്ക് നല്ലതായിട്ട് അറിയുന്ന വാക്യങ്ങളാണ്. ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഈ ഒരു സബ് ടോപ്പിക് നമുക്ക് മനസ്സിലാക്കാനായി പറ്റുന്നത്. എന്ന് വെച്ചാൽ ഈ 2 വാക്യങ്ങൾ നമ്മൾ മനസ്സിലായാൽ നമുക്ക് ഒരിക്കലും നമ്മളെ തന്നെ വലിയൊരാണെന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെക്കാളും ശ്രേഷ്ഠനാണെന്നോ നമ്മൾ വിചാരിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ യെശാവിൽ വായിച്ച പോലെ നമ്മുടെ ഏറ്റവും ബെസ്റ്റായ കാര്യം, നമ്മുടെ ഏറ്റവും വിശുദ്ധമായ കാര്യം, അത് വെറുതെ ഒരു ഫിൽത്തിയായ റാഗിനെ പോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ ഒരു റൈച്ചസ്നെസ്. സോ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ഒരിക്കലും നമ്മുടെ ഒരു പ്രാപ്തിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മറ്റാൾക്കാരെക്കാളും ഉള്ള ഒരു ബുദ്ധിയോ ശക്തിയോ ഒന്നിനെ കുറിച്ചോ അല്ല ദൈവം നമ്മളെ ചൂസ് ചെയ്ത്. പക്ഷെ മോർ ഓഫ്റ്റൻ ദൻ നോട്ട് നമുക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം ചൂസ് ചെയ്തത്. സോ അത് പറയുമ്പോൾ നമുക്കൊരു ചോദ്യം വരും. നമുക്ക് ആ സഹോദരന്മാരിൽ നമുക്ക് ചിലർക്ക് ആ ടാലൻസ് നമ്മൾ കാണുന്നില്ലേ. ചില ആൾക്കാർക്ക് നല്ലതായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ളൊരു പ്രാപ്തി ഉണ്ടായിരിക്കും. ചിലർക്ക് നല്ലതായിട്ട് വേറെ വിധത്തിലുള്ള ഒരു എബിലിറ്റീസ് ആയിരിക്കും അവർക്ക് ഉണ്ടാക്കുന്നത്. സോ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് നമുക്ക് യാക്കോബ് 1:17 നമുക്ക് അത് അവിടെ വായിക്കാം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമുക്കുള്ള നല്ല കാര്യങ്ങൾ, നമുക്കുള്ള ഒരു ടാലൻസ് ഒക്കെ അത് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വയമായ ഒരു പ്രാപ്തി വെച്ചിട്ട് ചെയ്തൊന്നും നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശക്തിയിൽ കൂടിയായിരിക്കും നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ പൗലോസാണ് അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അവിടെ ഞാൻ മുമ്പ് വായിച്ചൊരു വാക്യത്തിൽ ഒരിക്കലും സ്വയമായ ഒരു ആ മഹത്വം കിട്ടാനായിട്ട് നോക്കിയില്ല. പക്ഷെ ആ ദൈവത്തോടാണ് പൗലോസ് കാണിച്ചത് ആ ഒരു മഹത്വം. സോ അതാണ് നമുക്ക് ഏറ്റവും അതിനായിട്ടുള്ളൊരു എക്സാമ്പിൾ. സോ അത് അവിടെ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ് നമ്മൾ സ്വയമായിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. സോ ഇനി എങ്ങനെയാണ് നമ്മൾ മറ്റവരെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഫിലിപ്പിയർ 2:3 നമുക്കത് വായിക്കാം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേ. നമ്മളെ കുറിച്ച് മാത്രം ചെറിയതായിട്ട് ചിന്തിക്കാൻ മാത്രമല്ല, പക്ഷെ നമ്മൾ ഓൾസോ മറ്റവരെ കുറിച്ച് നമ്മളെക്കാളും ശ്രേഷ്ഠരായിട്ട് തന്നെ നമ്മൾ എണ്ണണം. ഇതിന് കാരണം എന്ന് വെച്ചാൽ അവര് നമ്മളെക്കാളും ഒരു വിശുദ്ധി ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് ആ പൂർണ്ണത ഉള്ളത് കൊണ്ടല്ല. പക്ഷെ അങ്ങനെ ആയിരിക്കണം നമുക്ക് ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്നേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അതിൽ കൂടി കാണിക്കേണ്ടത്. അത് നമുക്ക് അവരെ കുറിച്ചുള്ളൊരു എല്ലാ കുഴപ്പങ്ങളും നമ്മൾ പോയി കണ്ടുപിടിക്കാനായിട്ടല്ല, പക്ഷെ അവരുടെ ഒരു ഗുണങ്ങൾ കാണാനുമായിട്ട് നമുക്കുള്ളൊരു പ്രാപ്തി ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് അവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കരുതണം. സോ അടുത്തൊരു താഴ്മയുടെ ഒരു അടുത്ത ഭാവം എന്ന് വെച്ചാൽ നമ്മൾ
ടീച്ചബിൾ ആയിരിക്കണം. നമ്മൾ ആ പഠിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇവിടെ ഇതിനകത്ത് ഒരു നല്ലൊരു കോട്ട് ഉണ്ട്. ഇത് ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞ ഒരു കോട്ടാണ്. ഇത് ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇത് ഇംഗ്ലീഷിൽ വായിക്കാം. To be conscious that you are ignorant of the facts is a great step to knowledge. So ഇതിന്റെ ഒരു ആശയം എന്ന് വെച്ചാൽ നമ്മൾ ആയ്മ തന്നെ നമ്മൾ ആ അറിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആയ്മയെ അറിവിലോട്ട് നമുക്ക് ആ ഏറ്റവും വലിയൊരു ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് പറ്റുന്നത്. സോ അത് ഒരു വെരി ബിബ്ലിക്കൽ ആയ തോട്ട് തന്നെയാണ് അത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രൈഡ്, ആ ഒരു അഹങ്കാരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പഠിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതല്ല. നമുക്ക് സദൃശ്യവാക്യങ്ങൾ 15:33 വായിക്കാം. അത് യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. സോ ആ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ആയ്മ തന്നെ നമ്മൾ ആ ദൈവത്തിൽ ഉള്ളൊരു ആ യഹോവ ഭക്തി ഉണ്ടായിരിക്കണം. ആ ഒരു ഭക്തി എന്ന് വെച്ചാൽ ആ ഒരു താഴ്മ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ദൈവത്തിന്റെ ഒരു മഹത്വത്തെ കുറിച്ചുള്ളൊരു അറിവാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ആ ഒരു ആയ്മയെ നമുക്ക് അങ്ങനത്തെ ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ, ആ ഒരു പ്രോപ്പറായ ഒരു കാഴ്ചപ്പാട് നമുക്കുള്ളപ്പോഴാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഡോക്ടറും ഒരു പേഷ്യന്റും ഉള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ആ ഡോക്ടറിന് അവരെ സഹായിക്കാനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെയാണ് ദൈവവും നമ്മളുമുള്ള ഒരു റിലേഷൻഷിപ്പ്. നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ കുറവുകളും നമ്മുടെ അറിവില്ലാത്ത ഉള്ളൊരു അവസ്ഥ തന്നെ മനസ്സിലാക്കുമ്പോഴേ മാത്രമേ ഉള്ളൂ ദൈവത്തിന് നമ്മളെ അവിടെ പഠിപ്പിക്കാനും നമ്മളെ വളരാനുമായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ. നമുക്ക് യെശയ്യാവ് 64:8 വായിക്കാം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആവുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. സോ ഇത് പിന്നെ നമ്മൾ ആ ദൈവവും നമ്മളും ഉള്ള ഒരു കമ്പാരിസൺ ആണ്. ഇത് നമ്മൾ ഒരു വെരി ആപ്റ്റ് ആയ ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ വെറും ഒരു ക്ലേ പോലെ ഉള്ളൂ. നമ്മൾ ദൈവത്തെയും നമ്മളും കമ്പയർ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും ആ ക്ലേയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് എത്ര വൈഡ് ആയ ഒരു ഗ്യാപ്പാണ്. ഒരു ലിവിങ് ക്രീച്ചറും ഒരു ഇനാനിമേറ്റ് ആയ ഒരു സാധനം ആ ക്ലേ. അതുപോലെ ഉള്ളൂ ആ ദൈവവും നമ്മളോടുമുള്ള ഒരു കമ്പാരിസൺ. വെച്ചാൽ അത്ര ഒരു താഴ്ന്ന ആയ ഒരു ലെവലാണ് നമ്മളും ദൈവവും നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ. സോ ആ ഒരു അറിവ് നമുക്കുള്ളപ്പോൾ, ആ പ്രോപ്പറായ ഒരു അറിവ് നമ്മൾ ഉള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടാകാൻ പറ്റുന്നതല്ല. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ആ ഒരു താഴ്മ നാച്ചുറലി ആയിട്ട് തന്നെ വരും. സോ അത് വെരി ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ദൈവത്തോടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, മൂന്നാമത്തെ കാര്യം ആ കറക്ഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു റെഡിനെസ്. സോ ഇതാണ് പഠിക്കുന്നതും ആ ഒരു പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സിന്റെ അടുത്തൊരു സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് ആ തെറ്റുകൾ തിരുത്താനായിട്ടുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് സദൃശ്യവാക്യങ്ങൾ 3:11-12 വായിക്കാം. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. സോ നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ അനേകം കുറവുകൾ നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പുതിയൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മോസ്റ്റ് ലൈക്ലി ഒരിക്കലും നമ്മൾ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിൽ 100% ആകത്തില്ല. നമുക്ക് അതിനായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ഒത്തിരി തെറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഫഷ്യൻസി നമ്മൾ കിട്ടുന്നത്. സോ അതുപോലെ ഉള്ളൂ ഇതിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക്
നമ്മൾ പഠിക്കുന്ന ഒരു ആദ്യമേ സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഒരു എത്തേണ്ട ഒരു അവസ്ഥയിലല്ല നമുക്ക് അനേകം കുറവുകൾ ഉണ്ടായിരിക്കും. സോ ആ ഒരു കുറവുകളൊക്കെ ദൈവം നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അത് തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? അതാണ് താഴ്മയുടെ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു കാര്യം. നമുക്ക് ഈ നമ്മുടെ ഒരു തെറ്റുകൾ കറക്റ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? അതാണ് 12-ാം വാക്യം വായിച്ചത്. അത് ദൈവം നമ്മളെ മക്കളായിട്ട് കാണുന്ന ഒരു സൈൻ ആണ്. സോ നമുക്ക് ആ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം നമ്മളോട് കാണിക്കുന്ന നമ്മുടെ ഒരു കുറവുകൾ തിരുത്താനായിട്ട് ദൈവം ശ്രമിക്കുന്നതിൽ കൂടിയാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു തിരുത്തുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു താഴ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആ താഴ്മയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ അതിൽ നിന്ന് വളരാനോ നമുക്ക് പറ്റുന്നതല്ല. നമുക്ക് യാക്കോബ് 5:19-20 വായിക്കാം. ആക്ച്വലി ഗലാത്യർ 6:1 വായിക്കാം. രണ്ടും ഒരു ആശയമാണ്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സോ ഇവിടെ നമുക്ക് എല്ലാവർക്കും സമയമുള്ളതുപോലെ യാക്കോബും ഉള്ള വാക്യവും വായിക്കണം. പക്ഷെ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നമ്മൾ ഒരു സഹോദരന് തെറ്റിൽ അകപ്പെടുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ദൈവം അവരെ കറക്റ്റ് ഇരുന്നാൽ മതിയോ എന്നാണ് അവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അല്ല. അത് സഹോദരനെ അത് കാണുമ്പോൾ അത് നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അത് ചെയ്യാനായിട്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു തിരുത്തൽ അതൊരിക്കലും ദൈവം ഭൂമിയിൽ വന്ന് നമ്മളെ കറക്റ്റ് ചെയ്യുമല്ല. പക്ഷെ ദൈവം അനേകം വഴിയിൽ കൂടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും വലിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ സഹോദരന്മാരിൽ നിന്നായിരിക്കും. സോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ തെറ്റുകൾ മറ്റൊരു സഹോദരൻ നിന്നായിരിക്കും അത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരായിരിക്കും അത് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് താഴ്മ ആവശ്യമുള്ളത്. ആ ദൈവം വന്ന് അല്ലെങ്കിൽ ദൈവം വന്ന് നമ്മൾ നേരിയത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരും അത് കേൾക്കത്തില്ല. ആര് ദൈവം പറഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറാകത്തില്ല. പക്ഷേ മറ്റൊരു സഹോദരൻ നമ്മളോട് വന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ഒരു മനുഷ്യതായ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് അവിടെ വരുന്നത്. നമുക്ക് മറ്റൊരു സഹോദരൻ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മനസ്സ് അവിടെ വരുന്നത്. അവിടെയാണ് ആ ഒരു പ്രൈഡ് അവിടെ വരുന്നത്. നമുക്കൊരിക്കലും മറ്റൊരാള് നമ്മുടെ ഒരു തെറ്റ് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്കുള്ളൊരു മനസ്സ് അവിടെ ഇല്ലായിരിക്കും. അവിടെയാണ് നമുക്ക് യഥാർത്ഥമായിട്ട് താഴ്മ ആവശ്യമുള്ളത്. എന്ന് വെച്ചാൽ ദൈവം അവരിൽ കൂടി ആയിരിക്കും ആ ഒരു കറക്ഷൻ നമുക്ക് തരുന്നത്. സോ തീർച്ചയായിട്ടും കറക്ഷൻ അത് ആരിൽ നിന്നാകട്ടെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സുണ്ടായിരിക്കണം. സോ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കറക്ഷന്റെ ഒരു പ്രോസസ് ഒരു പ്ലസന്റ് ആയ ഒരു പ്രോസസ് അല്ല, ഒരു സുഖമുള്ള ഒരു പ്രോസസ് അല്ല. നമുക്ക് ഇവിടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശയമാണ്. നമ്മൾ ഒത്തിരി കാണുന്ന ഒരു ബൈബിളിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ആ ഒരു ഗോൾഡ് റിഫൈനിങ് എന്ന ഒരു പ്രോസസ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു പ്രോസസ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഗോൾഡ് ഒരു വെരി ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ട് അതിനെ മെൽറ്റ് ചെയ്യുവാണ്. അതിൽ നിന്നാണ് അതിന്റെ ഒരു ഇംപ്യൂരിറ്റീസ് ഒക്കെ മാറ്റിക്കളയുന്നത്. സോ ആ ഒരു ഹൈ ടെമ്പറേച്ചർ, ആ ഹൈ ഹീറ്റിലാണ് ആ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഹൈ ഹീറ്റിലായിരിക്കും, ആ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു എക്സ്പീരിയൻസും കൂടി ആയിരിക്കും നമ്മൾ പോകുന്നത്. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു കറക്ഷൻ ലഭിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനായിട്ട് നേരിടാനുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു താഴ്മ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലോട്ട് പോവാം. ഇതാണ് നമ്മള് ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വാളിറ്റി നമ്മൾ പുതിയ ശിഷ്യകളാകുമ്പോൾ നമ്മളും കാണിക്കാനായിട്ടുള്ളത്.
ഇവിടെ ട്രസ്റ്റും സ്നേഹവും. ട്രസ്റ്റ് എന്ന് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു മറ്റൊരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തിയോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാപ്തിയിൽ ഉള്ള ഒരു റിലയൻസ് ആണ്. നമ്മൾ അവരെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു മനസ്സാണ് നമുക്ക് വരുന്നത്. അത് ഏറ്റവും കാണാനായിട്ട് പറ്റുന്ന ഒരു ശിഷ്യയും അവരുടെ ഒരു പാരൻസിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. പ്രത്യേകിച്ച് ആ യങ് ഏജിൽ നമ്മൾ അത് കാണുന്നത്. ഓഫ്റ്റൻ നമുക്ക് ഒരു പാരന്റ് ഒരു കൊച്ച് ഇച്ചിരി ഹൈ ഒരു സ്റ്റെപ്പിലായിരിക്കും നിൽക്കുന്നത്. അവരോട് പറയും ചാട്, ഞാൻ നിന്നെ പിടിക്കുമെന്ന്. ആൻഡ് യൂഷ്വലി ആ കൊച്ച് അതിനായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. ആ പിതാവോ അല്ലെങ്കിൽ അമ്മയോ ഞാൻ ചാടിയാൽ എന്നെ പിടിക്കുമെന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ട്രസ്റ്റ് ആണ് നമ്മൾ പുതിയ സൃഷ്ടികളാകുമ്പോൾ നമ്മുടെ ഒരു പിതാവിനോട് നമുക്ക് കാണിക്കേണ്ട ഒരു ട്രസ്റ്റ്. ശിശുസഹജമായ ആശ്രയബോധം. അതന്നെ. സോ ഈ ഒരു ആശ്രയം ഒരിക്കലും ഒരു നിമിഷത്തിൽ വരുന്ന കാര്യമല്ല, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പിന്നെയും ആ ഒരു ശിശുയുടെ ഒരു കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ ആ ശിശു വളർന്നു വരുമ്പോഴാണ് അവർക്ക് ആ ഒരു ആശ്രയം അവർക്ക് ആശ്രയിക്കുന്ന ആ പാരൻസിൽ അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് ഒത്തിരി സയൻസ് അതിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ശിശു ഒരു വെരി യങ് ഏജിൽ അവർക്ക് അവിടെ ആൾക്കാരുടെ മുഖമോ അവരെ തന്നെ നല്ലതായിട്ട് കാണാനായിട്ട് പറ്റുന്നതല്ല, പക്ഷെ അവർക്ക് സ്മെല്ലും ടച്ചും ഒക്കെ അവർക്ക് കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പ്രത്യേകിച്ച് അവരുടെ അമ്മയോടുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു യങ് ഏജിൽ അവർക്ക് ആ ട്രസ്റ്റ് അതിൽ കൂടി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമ്മയുടെ ഒരു സ്മെല്ലും അമ്മയുടെ ഒരു ടച്ചും അവർക്ക് ഒരു പ്ലസന്റ് ആയൊരു ഒരു ഫീലിംഗ് ആയിട്ട് അവർക്ക് വരും. അതിൽ കൂടി വരുന്ന ഒരു ട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ ഒത്തിരി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ ഒത്തിരി സമയം ഇല്ലാതുകൊണ്ട് നമ്മൾ അതിൽ കൂടി പോകുന്നതാണ്. സോ മെയിൻ ആയ കാര്യം എന്ന് വെച്ചാൽ ആ ട്രസ്റ്റ് ഗ്രോ ചെയ്യുമ്പോൾ ആ പാരന്റും ചൈൽഡും ഉള്ള ഒരു റിലേഷൻഷിപ്പ് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ട്രസ്റ്റും ഗ്രോ ചെയ്യുവാണ്. ആൻഡ് ഓൾട്ടിമേറ്റ്ലി ആ ഒരു സ്നേഹത്തിന്റെ ഒരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താണ് ആ പാരന്റ്സ് അവരോട് കാണിക്കുന്ന ആ സ്നേഹം അവർക്ക് അത് തിരിച്ച് കാണിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവിടെ വരുന്നത്. അതാണ് നമുക്ക് ആ ട്രസ്റ്റിൽ കൂടി കാണുന്ന ഒരു progression. സോ ഇതാണ് നമുക്കും ഒരു ആത്മീയന്റെ ഒരു ജീവിതത്തിൽ കാണുന്ന ഒരു progression. എന്ന് വെച്ചാൽ നമ്മളും ആ ഒരു ദൈവത്തിന്റെ ഒരു സ്നേഹം ആയ്മയാണ് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ അല്ല ആയ്മയെ സ്നേഹിച്ചത്. 1 യോഹന്നാൻ 4:19 അതാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? അത് ആ ദൈവം നമ്മളെ ആയ്മയെ സ്നേഹിച്ചുകൊണ്ടാണ്. നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്തുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു നല്ല പ്രവൃത്തിയോ നമ്മുടെ നല്ലൊരു ജീവിതം ഉള്ളതുകൊണ്ടാണ് അല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. പക്ഷേ നമ്മൾ അവന്റെ മക്കളായതുകൊണ്ടാണ് ദൈവം നമുക്ക് ആ ഒരു സ്നേഹം കാണിക്കുന്നത്. 1 യോഹന്നാൻ 3:1 വായിക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. സോ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ഒരു സ്നേഹം നമുക്ക് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ ഒരു വെരി ഫൗണ്ടേഷണൽ ആയ ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ ഞാൻ ഒരു ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ വേറെ നല്ലൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അത് നല്ലതായിട്ട് നമുക്ക് ആ ഒരു ആശയം ഫോക്കസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വെറുതെ അല്ല നമ്മൾ ദൈവത്തെ മക്കളെന്ന് വിളിക്കുന്നത്. അത് വെറും പേരിലല്ല, പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആ ഒരു യഥാർത്ഥമായ
ഒരു റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. ആൻഡ് സോ ചിലപ്പോൾ നമ്മൾ ആരും ചെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യത്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്നേഹവും അങ്ങനത്തെ ഉള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് ദൈവത്തോട് ഉള്ളതെന്ന്. ആ ഒരു ഏറ്റവും ഡീപ്പസ്റ്റ് ആയ ഒരു സ്നേഹമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്, ആ ഒരു അഗാപ്പെ ലവ്. നമ്മൾ ചിലപ്പം അത് നമ്മൾ ചിന്തിക്കത്തില്ല, ആ ഒരു ഫോക്കസ് നമുക്ക് അതിൽ എപ്പോഴും ഇല്ല. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും അത് ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ വെറുതെ പേരിലല്ല അത് നമ്മൾ മക്കളാകുന്നത്, പക്ഷെ യഥാർത്ഥമായിട്ട് ദൈവം നമ്മളെ യഥാർത്ഥമായ മക്കളായ പോലെ ആയിട്ടാണ് നമ്മളെ നോക്കുന്നത്. യേശു ആ ദൈവത്തിന്റെ മകനായ പോലെയും നമ്മളും ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ദൈവം കാണുന്നത്. ഇനി നമുക്ക് സങ്കീർത്തനങ്ങൾ 103:13 വായിക്കാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇവിടെ യാക്കോബ് 1:17 നമ്മൾ മുമ്പ് വായിച്ചതാണ് തോന്നുന്നു, പിന്നെ വായിക്കുന്നില്ല. പക്ഷെ ഈ വാക്യങ്ങൾ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഈ ദൈവത്തിന്റെ ഈ സ്നേഹം നമ്മൾ വെറുതെ ഉള്ള ഒരു സ്നേഹമല്ല, പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു എവിഡൻസ് തന്നെ നമുക്കുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ആ ദൈവത്തിന്റെ ഒരു സ്നേഹം നമ്മൾ അനേകം വിധത്തിലായിരിക്കും അത് കാണുന്നത്. ആദ്യമേ തന്നെ ആ ഒരു യാക്കോബിൽ വായിച്ച ഒരു വാക്യത്തിലാണ് ആ ദൈവം നമുക്ക് തരുന്ന ആ ഒരു നല്ല ദാനങ്ങളിൽ കൂടി നമുക്ക് തന്നെ അത് കാണാൻ പറ്റും. ഈ നമുക്ക് നമ്മൾ ആ ഒരു വെരി ബ്രോക്കൻ ആയ ഒരു വെസൽ ആണെങ്കിലും ദൈവം നമുക്ക് സക്സീഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും ദൈവം നമുക്ക് തരും. അത് തന്നെ അവന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തിൽ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് മത്തായി 7:11 നമ്മൾ വായിക്കുമ്പോൾ വായിക്കാം നമുക്ക്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ആ ഒരു അത്രാധികമായ ഒരു ദാനം എന്താണ് ദൈവം നമുക്ക് അത് തരുന്നത്? അതാണ് അവന്റെ ആ ഒരു ആത്മാവ്, ഹോളി സ്പിരിറ്റ്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദാനം. എന്ന് വെച്ചാൽ അതിൽ കൂടിയാണ് നമുക്ക് ദൈവത്തെ കുറിച്ച് തന്നെ മനസ്സാക്കാനായിട്ട് പറ്റുന്നത്. അവന്റെ ഒരു വചനത്തെ മനസ്സാക്കാനും അവന്റെ ഒരു പ്ലാനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് അതിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ കൂടി തന്നെയാണ് നമ്മുടെ ഒരു ശക്തിയും നമ്മുടെ ഒരു പ്രത്യാശയും നമുക്ക് ലഭിക്കുന്നത്. സോ അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്താവണമെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. സോ അത്രയൊരു വലിയൊരു ദാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ യിരെമ്യാവ് 29:11 നമുക്ക് വായിക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു എവിഡൻസ് ആണ് ഇത്. ഈ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാൻ ആണ് ദൈവത്തിന് ഉണ്ടാകുന്നത്. ആ എല്ലാ വിധത്തിലും നമുക്ക് നമ്മുടെ ജീവിതം ഒരു നല്ലൊരു അവസ്ഥയിൽ എത്താനായിട്ടാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരു താഴ്മയിലോ അല്ലെങ്കിൽ ഒരു തെറ്റായ വഴിയിലോ പോകാനായിട്ട് അല്ല ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ എപ്പോഴും അവൻ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്രത്യാശ ലഭിക്കാനായിട്ടാണ് ദൈവം നമ്മളെ ലീഡ് ചെയ്യുന്നത്. സോ അത് തന്നെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു നല്ലൊരു എവിഡൻസ് ആയിട്ടാണ് നമുക്ക് അത് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് കാണാന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് നമുക്ക് ദൈവത്തിലുള്ളൊരു ആശ്രയം ഉണ്ടാകുന്നതെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ വെറുതെ ആശ്രയം വയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്നതല്ല. പക്ഷെ ഒരു കാരണം ഉണ്ടായിരിക്കണം, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കിയത്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നത്? സോ ആ ഒരു ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് കാരണം. അത് അവനെ ആശ്രയിക്കാനായിട്ടുള്ള ഒരു കാരണം തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത്. സങ്കീർത്തനങ്ങൾ 56:3-4 നമുക്ക് വായിക്കാം. 56:3-4 ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനം പുകഴും.
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? സോ ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ഒരു ആശ്രയിക്കാനും അതിൽ കൂടി കിട്ടുന്ന ഒരു സമാധാനമാണ് തന്നെ നമുക്ക് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം ഈ ലോകത്തിൽ ഉള്ള ഒന്നും ദൈവത്തിന് കാണും ശക്തിയോ പ്രാപ്തിയോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയ ഒരു ലെവൽ ആ ഒരു ആശ്രയത്തിന്റെ. ഒരു ശിശു അവന്റെ പേരന്റിന്റെ ഒരു കൈ പിടിച്ച് നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കും ദൈവത്തിന്റെ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു സെയിം ആയ ഒരു കംഫർട്ടാണ് നമുക്കും ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ശിശു ആ പേരന്റിന്റെ ഒരു കൈ പിടിക്കുമ്പോൾ അവിടെ ഒരു കെയറും അവിടെ അവർ തരുന്ന ഒരു സേഫ്റ്റിയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കൈ നമ്മളും കാണുന്നുണ്ട്. ആ ദൈവത്തിന്റെ കൈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ലിറ്ററൽ ആയ ഒരു കൈ നമ്മൾ കാണുന്നില്ല, പക്ഷെ നമുക്കറിയാം ആ ഒരു കൈ ഒരു സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നതാണ്. ആ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് അത് കാണാൻ പറ്റുന്നത്. സോ അതിൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ആശ്രയം ഒരു സേഫ്റ്റിയും തന്നെയാണ് നമുക്കുള്ളത്. സോ അതുപോലെ തന്നെ അതുപോലെ നമ്മൾ പുതിയ ശിശുക്കളാകുമ്പോൾ നമുക്ക് ശിശുക്കളിൽ നിന്ന് ഈ ഒരു പാഠവും നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പിതാവിലോട്ട് നോക്കി ആ പിതാവിൽ നമുക്ക് ആശ്രയിച്ച് അവന്റെ ഒരു ശക്തിയിൽ നമുക്ക് ആ പൂർണ്ണമായ ഒരു ആശ്രയം വയ്ക്കാനായിട്ട് നമുക്ക് പറ്റണം. അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ട് പോലെ നമുക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ സ്വയമായിട്ട് നടക്കാൻ നോക്കിയാൽ ഒരിക്കലും നമുക്ക് പറ്റുന്നതല്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തിയിൽ ആയിരിക്കണം നമ്മൾ നടക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർലി തന്നെ ആ ഒരു ആത്മീയ ജീവിതത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഒബീഡിയൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. സോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുള്ള ചില ചിന്തകൾ. സോ നമ്മള് ശിശുക്കളെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ നമ്മൾ കാണത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മള് അഡൾട്ട്സ് ആകുമ്പോൾ നമുക്കാണ് കൂടുതലുള്ള ഒരു അറിവും കൂടുതലുള്ള ഒരു വിസ്ഡം തന്നെ നമുക്കുള്ളത്. പക്ഷെ എങ്കിലും നമുക്ക് ശിഷ്യന്മാരിൽ നിന്ന് ശിശുക്കളിൽ നിന്ന് നമുക്ക് അനേകം ലെസൺസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ക്രിസ്തു തന്നെ ആ ഒരു കാര്യം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യുവാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് വെറുതെ എടുക്കാതെ അത് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാനായിട്ട് നോക്കണം. നമ്മൾ ശിശുക്കളിൽ നിന്ന് കാണുന്ന ആ ഒരു താഴ്മ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ആ താഴ്മയിൽ കൂടി നമുക്ക് പഠിക്കാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ കുറവുകൾ മാറ്റാനുമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് താഴ്മ ആവശ്യമാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദൈവത്തിലുള്ള ഒരു ആശ്രയം നമുക്ക് ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് നമുക്ക് വരുന്നത്? ആ ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ആ നമ്മുടെ ദൈവത്തിന്റെ മക്കളായ ഉള്ളൊരു സ്നേഹമാണ് നമുക്കുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി അതിൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു ആശ്രയം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ നമ്മുടെ സ്വയമായ ശക്തിയിൽ കൂടിയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ആരും സ്വയപ്രാപ്തിയിൽ ഈ ഒരു ഓട്ടം പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ആ ദൈവത്തിന്റെ കൈപിടിച്ച് തന്നെ നമുക്ക് ഈ ഓട്ടം പൂർത്തീകരിക്കണം. നമ്മളെപ്പോഴും ആ ദൈവത്തിലുള്ളൊരു ആ ഒരു താങ്ക്ഫുൾനെസ്സും ഉണ്ടായിരിക്കണം. ആ ഒരു സഹായവും ഒരു ഗൈഡൻസും. നമ്മൾ ഈ ഒരു കാര്യം ചിന്തിച്ചില്ല, പക്ഷെ ഇതിന്റെ മെയിനായ ലെസൺസ്, ഈ ഒബീഡിയൻസിന്റെ മെയിനായ ലെസൺസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു സ്നേഹം നമുക്ക് തിരിച്ച് അതിനായിട്ട് എന്താണ് നമുക്ക് തിരിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഇൻ റിട്ടേൺ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചു. സോ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം? അതാണ് ഈ ഒബീഡിയൻസ്. അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഏറ്റവും
പ്ലീസിങ് ആയ ഒരു കാര്യം. നമ്മൾ അവന്റെ ഒരു വാക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവന് തീർച്ചയായിട്ടും ഏറ്റവും ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയായിരിക്കും നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് തിരിച്ച് കാണിക്കാനുമായിട്ട് പറ്റുന്നത്. സോ നമ്മൾ ആ ഒരു ശിശുവെ പോലെ നമുക്കും അങ്ങനത്തെ ഒരു ഒബീഡിയൻസ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു വാക്യം നമുക്ക് വായിച്ചിട്ട് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഫിലിപ്പിയർ 4:20. നമ്മുടെ ദൈവവും പിതാവുമായവനെ എന്നേക്കും മഹത്വം. ആമേൻ. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു ടോം. നല്ല വിഷയം തന്നെയാണ്. അത് ഒരു പ്രാവശ്യം അത്